ഹായ്. അപ്പൊ ഇന്ന് ഞങ്ങള് ചെറിയൊരു യാത്ര പോവാണ്, ചെറിയൊരു ട്രിപ്പ്. അങ്ങനെ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഞാനും നസീബും മാത്രമേ ഉള്ളൂ. അപ്പൊ പോണ സ്ഥലം ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതേപോലെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ആ സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അതുപോലെ പോണേ വണ്ടി എടുക്കും. അപ്പൊ നസീബിന്റെ ഈ വണ്ടിയിലാട്ടാ നമ്മൾ പോണത്. അപ്പൊ ഞങ്ങളിവിടെ എണ്ണ അടിക്കാൻ കയറിയാട്ടാ. പോണ വൈക്കലാണ്. നല്ല വെയിലുമാണ്. നല്ല വെയിൽ നിന്ന് തന്നെ ഏകദേശം 3 മണിയാണ്. ഇവിടെ 3 മണിക്ക് നല്ല വെയിലാണ്. അപ്പൊ നസീബ് ഇതാ വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. പോണ വൈക്ക് ഇതൊന്നും വരണമായിരുന്നു വിചാരിച്ചാണ്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാണ്. അപ്പൊ ഡീസലടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാൻ ഇല്ല. എന്താണ് സ്ഥലത്തിന്റെ പേരൊന്നും ഇല്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി വെക്കുക, ജസ്റ്റ് ഒരു ട്രിപ്പ്. അപ്പൊ പോണ വഴിക്ക് പല സ്ഥലത്തും ഞങ്ങൾ ഇറങ്ങും. അപ്പോ നോക്ക എവിടെ എത്തിന് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തും എന്നുള്ള ആദ്യം നോക്ക. അപ്പൊ പോവല്ലേ? അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാ. ഓക്കെ. നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു മരുഭൂമിന്റെ ഏരിയ. നല്ല വെയിലും ചൂടൊക്കെ ഉള്ള ഒരു ഏരിയ. നല്ല സ്ഥലമല്ലേ, ഫുള്ള് കാലിയായി കിടക്കുന്നത്. നടുവ് കൂടിയ റോഡ്. ചായ കുടിക്കാൻ കയറിയതാട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ചായ അവിടെ ഉണ്ട്. നമ്മൾ ചായ കുടിക്കാൻ കയറിയതായിരുന്നു. അപ്പോൾ ചായ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കറക്കാണ്. അപ്പോൾ അതും കുടിച്ചിട്ട് യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇത് നമ്മളൊരു ഏരിയ കേട്ടോ. എന്താ പറയുക, തേർഡ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇപ്പോൾ സൗദിയിലുള്ള. അവിടെയുള്ള തേർഡ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളിവിടെ. വന്ന് എവിടൊക്കെ എത്തിക്കിട്ടാ. നമ്മളതാ മരുഭൂമിയിലാണ്. ചുറ്റും 2 സൈഡിലും മരുഭൂമിയാണ്. അപ്പോൾ ആ കുട്ടങ്ങളൊക്കെ ഉണ്ട്. വെറുതെ മേയ ഇറങ്ങിയാണ് തോന്നുന്നത്. മേയ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. അപ്പോൾ ഞാനെന്ത് പൊട്ടനാണെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയെന്നുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്നല്ല, വെറുതെ ഇങ്ങനെ ഇറങ്ങിയുള്ളതാണ്. അതിൻ്റെ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാനുള്ളൂ. നല്ല കാറ്റ്, നല്ല സൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്ത വണ്ടിയിൽ വെയിറ്റ് ചെയ്തു. എന്തായാലും ഞാൻ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താൻ നോക്കുക.
അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. എത്തിപ്പെട്ട സ്ഥലം നമ്മളെ സൗദി അറേബ്യയിൽ എന്താ പറയുക അൽ-ഹസേൽ ഉഫൂഫിൽ അൽഖോറ ഹിൽസിലടാ അൽഖോറ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മളെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത്. നല്ല ഏരിയ കേട്ടോ, ഭയങ്കര സ്പേസിൽ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ഒരു പാറകളാണ് അങ്ങോട്ടൊക്കെ. അപ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞുകൊണ്ട് ഇവിടെ എത്താൻ ലേറ്റായി. ശരിക്കും ഇവിടെ പകലെത്തണം. ഇതിപ്പോൾ നേരം ഇരുട്ടിയിട്ടുണ്ട്. ഏകദേശം 5-6 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഒരുപാട് ടൈം നമ്മളിത് ലേറ്റ് ആയിക്കണേ. കാരണം അവിടെയും ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ ചുറ്റി തിരിഞ്ഞാണ് ലാസ്റ്റ് ഇവിടെ എത്തിയത്. എന്തായാലും അടിപൊളി സ്ഥലമാണ്, നല്ല ലൊക്കേഷനാണ്. അൽഖോറ ഹിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫുള്ള് പാറക്കെട്ടുകളും നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഏരിയകളുണ്ട് ബാക്ക് സൈഡിൽ അങ്ങോട്ടൊക്കെ ആയിട്ട്, ലെഫ്റ്റും റൈറ്റൊക്കെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിതൊന്ന് കയറട്ടെ. ആദ്യം ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മളിതൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. 3 റിയാലിനാട്ടോ ഈ ഐസ്ക്രീം. ഇവിടെ ഒരു മാംഗോ ഫ്ലേവറാണ് മേടിച്ചിട്ടുള്ളത്. ടേസ്റ്റിന് നല്ല അടിപൊളി ടേസ്റ്റ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ഐസ്ക്രീം വാങ്ങുമ്പോൾ എല്ലാ ഫ്ലേവറും വാങ്ങി. അതുപോലെ മാംഗോ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മാംഗോ ഒരു ഫാമിലി ഇവിടെ വന്നിട്ട് ഐസ്ക്രീം മേടിച്ചിട്ട് എല്ലാ ഫ്ലേവറും മേടിച്ച് അതിൽ മാംഗോ ആണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മാംഗോ മേടിച്ചിട്ടുള്ളത്. എന്നാലും അടിപൊളിയായിരിക്കും. അപ്പോൾ എന്നാൽ പോവാം. ഇവിടെയാണ് നമ്മളിതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിനകത്തോട്ട് കയറിയിട്ടാണ് എൻട്രൻസ് എന്നാണ് നസീബ് പറയണത്. എന്തായാലും പോയി വെക്കാം. ടിക്കറ്റിനുള്ളതാ? ഇവിടെയാണ് എൻട്രൻസ് ടിക്കറ്റ് ഉള്ളത്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് ഇതാ 2 ആൾക്കുള്ള ടിക്കറ്റാണിത്. 50 പ്ലസ് വാറ്റ് 50 റിയാൽ ഒരു പീസ് ഒരാൾക്ക് വരും. അങ്ങനെ 2 ആൾക്ക് 115 റിയാലിൻ്റെ ടിക്കറ്റാണ് ഇത്. എൻട്രൻസ് ഫീ ആണ്. അത് നമുക്ക് പോകാമല്ലോ. ഇവിടെ ഇവിടെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫോട്ടോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോണതിൻ്റെ ഫുൾ വ്യൂ കേട്ടോ. അതായത് ഇതിൽ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇതിനുള്ള കൂടെ എങ്ങനെ പോകണം. ഇതിൻ്റെ ഉള്ളിലാണ് സംഗതി. ഉള്ളിലാണ് സംഭവങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ പോണത്. ഇതിൻ്റെ ഈ ഗ്യാപ്പൊക്കെയാണ് നമ്മൾ ഈ പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ പോണ ഏരിയ. ഇത്രയും വലിയൊരു മലകളാണ് ഈ കംപ്ലീറ്റ് കമ്പനി. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നേരെ ഇങ്ങനെ പോകുന്നതാണ്. നമ്മൾ കയറിയിട്ടുണ്ട്. ടിക്കറ്റ് കയറിയിരിക്കണം. പകൽ രാത്രിയാണ് ഇരുട്ടായതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്ന അത്ര കവർ ചെയ്തല്ല. ഇവിടെ ഏരിയ ഇട്ടാണ് നല്ല മലയിൽ കയറിയിട്ട് വേണം പോകാൻ. അയ്യോ അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. വാവ്, എന്താ സ്ഥലല്ലേ? ഒരു തനി നാടൻ. ഇത് ഉണ്ടാക്കിയതാണോ അതോ ഇത് ഇങ്ങനെ തന്നെയാണോ? മലയാളം തന്നെയാണത്. ഇത് ഇങ്ങനെ ഉള്ളതാടാ. ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ അറബി ആയതുകൊണ്ട് നമുക്ക് വായിക്കാറില്ല. അതിൽ ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷും വല്ലാത്ത ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വായിച്ചു തരുന്നത്. ഇത്ര അറബിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെ എത്തേണ്ടതാണ്. ഇതൊക്കെ ഫുൾ അറബിയിലാണ് സുഹൃത്തുക്കളെ. അറബിയിൽ. യെസ്. അതൊക്കെ നമ്മുടെ കൈ പോലെ ഇരിക്കും. കയറുന്നതിന് പ്രശ്നമില്ല. അതേപോലെ ഇറങ്ങി വന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞേ. അയാളേ കയറുന്നതിനൊന്നും പ്രശ്നമില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. നസീബ് ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നസീബിനെ കൂട്ടി വരാനുള്ള കാരണം. എനിക്ക് ഫസ്റ്റായിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വരുന്നത്. സൗദി അറേബ്യയിൽ വന്നിട്ട് ഓഫൂഫിലുള്ള ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. എന്തായാലും അടിപൊളിയാണ്. ശരിക്കും പകല് വരുന്ന കാഴ്ചയൊക്കെ. ഉഫൂഫില് സെയിൽസ്മാനായി നിന്ന ഒരാളാണ് ഈ പറയണത്. ഈ ഹില്ലോന്
എത്ര വട്ടം തവാഫ് ചെയ്തിട്ടുണ്ടെന്ന് അവനക്ക് തന്നെ അറിയില്ല. ഇതിനകത്ത് അവൻ കയറിയിട്ടില്ല. ക്യാഷ് ഉണ്ടാക്കാന് ജോലിയുടെ ഭാഗമായിട്ട്. പക്ഷെ ഇതിന് ഭംഗി രാത്രി ഇതിന് അങ്ങനത്തെ ഒരു ഭംഗി. ലെഫ്റ്റും റൈറ്റും ഇറ്റ്സ് അപ് ടു ലെഫ്റ്റ്. ഇവിടെ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. മലയാളികളുണ്ട്, എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഈ സ്പേസിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റൂടാ. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തം വ്യൂ. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് ഇതിനകത്തേ ഇതൊരു മണ്ണിൻ്റെതല്ലേ? അതെ, എന്തായാലും മണ്ണ് കട്ട പിടിച്ചുള്ള പാറയല്ലേ. ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ഇതൊക്കെ സിമെൻ്റാടാ, പെയിന്റ് അതേപോലെ ആയിരിക്കും. ഇത് സിമെന്റ് ഉണ്ട് ഇവിടെയൊക്കെ. പക്ഷെ ഈ എന്താ ഹൈറ്റ് അല്ലേ? നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഒരു മജ്ലിസ് പോലെയൊക്കെ. പക്ഷെ ഇവര് ഇത് ഒരു പൊടിയോ ഒരു പേപ്പറിന്റെ കഷ്ണം പോലെയല്ലേ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവരെ അല്ലേ? കേറുന്ന പ്രശ്നമല്ല, ഇറങ്ങി വന്നാൽ മതി. മോസിന് കമ്പനിക്ക് 2 പേരും പോകുന്നുണ്ട്. ഓക്കോ ഹായ് ഹായ്. കേറേ, നമുക്ക് അടുത്ത സ്ഥലത്ത് പോയാലോ? ആ ഉള്ളിൽ കുറെ പോകണ്ട്. ആൾക്കാർ അതിൻ്റെ മുളക്കൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പോകണ്ട്. ഇവിടെ എന്താ ഒരു ആർച്ചർ. ഇതാണ് ഇതിൻ്റെ വഴി. ഈ പാറക്കെട്ടിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ഒരുപാട് പേര് പോയി തളർന്നിരിക്കുന്നുണ്ട്. നമ്മളും ഇവരുടെ ഇടയിലൂടെ പോകുന്നു. നല്ല തണുപ്പുണ്ടല്ലേ അവിടെ? നല്ല തണുപ്പ്. അധികം മലയാളികളാന്ന് തോന്നുന്നു. ഫിലിപ്പീൻസും ഉണ്ട്. നല്ല തിരക്കുണ്ട്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇവർ എയർ കണ്ടീഷൻ ചെയ്താണോ? അതിൻ്റെ പാറകൾ തമ്മിൽ മുകളിൽ ഒരു എൻഡിൽ ജോയിൻ ചെയ്യുന്നത് ഇത് വീഡിയോനകത്ത് കാണുന്നില്ല. പക്ഷേ രാവിലെ ആയതുകൊണ്ടാണ് കാണാം. രാത്രി ആയതുകൊണ്ടാണ് കാണാത്തത്. രാവിലെ ആണെങ്കിൽ കാണാമായിരുന്നു. യെസ്,
ഒരു ഭീകരതയെ വെളിച്ചം വെച്ചിട്ട് അവര് മറച്ചിക്കാണ് ഇതിനകത്ത്. അയ്യോ എൻ്റെ കാണുന്നില്ല സത്യം പറഞ്ഞ. യാ എങ്ങോട്ടും പോവാം, എങ്ങോട്ട് പോയാലും വഴി ഓർമ്മ ഉണ്ടായാൽ മതി. അയ്യോ നേരെ പോവാം. ഒരുപാട് പേര്, നല്ല തിരക്കുണ്ട് കേട്ടോ പെരുന്നാളിൻ്റെ ആ ഒരു തിരക്ക്. അതിനകത്ത് സ്പീക്കറൊക്കെ ഉണ്ടോ? അനൗൺസ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ അനൗൺസ് ചെയ്യാനായിരിക്കണം. യാ നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ആ അതിനകത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൂ. പാറക്കെട്ടുകൾ വാർത്തവായി. ഇനി ഇങ്ങോട്ട് പോകണം. നല്ല തണുപ്പ്. ഇതിനകത്തൊക്കെ എല്ലാം ഇവര് സ്പീക്കറാണെങ്കിലും ക്യാമറകളാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സേഫാണ്. നമുക്കിനി ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയാലോ. ഗോ ഗോ പേടിക്കുന്നുണ്ട, ഞാൻ നിന്റെ പുറകിലില്ലേ. ആ ഹുസൈൻ കമോൺ കാണിക്ക്. പോട്ടെ സുഹൃത്തുക്കളെ, ഏതാ മൂസിൻ പോവാണ്. വേണമെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ചോളി. മൂസിൻ തയ്യാറെടുക്കുന്നു. അതാ മുന്നോട്ട്. പേടി വേണ്ട, ആശങ്ക വേണ്ട, ഭയം വേണ്ട, കരുതൽ മാത്രം മതി. പോട്ടെ മൂസിൻ, ടാറ്റാ. കറക്റ്റ് മൂസിനെ കൊള്ളുള്ളൂ. പോടാ, ഞാൻ വരണോ? ധൈര്യം തരാനാണോ? സുഹൃത്തുക്കളെ, ഞാനും പോവാണ്. ദൈവമേ, ഇതിലൂടെ പോകുമ്പോ മുകളിലേക്ക് ആ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പോട്ടെ ഹുസൈൻ, ഇതിൻ്റെ ഉള്ളില് ഇപ്പോ ഇതിനകത്തത് ഒരു ഗുഹ പോലെയാണ്. ഒന്നും കാണുന്നില്ല. അവിടെ വേറെ ആരുമില്ല, ഞാനും മൂസയും പിന്നെ പടച്ചവനും മാത്രമേ ഉള്ളൂ. മൂസിയാ ധൈര്യമാണ്, പോട്ടേണ്ട്. ഇതിനുള്ള ജന്തുക്കളുണ്ടാവും ഇവിടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ വേറെ ഏതോ വഴിയിലൂടെ പോവാണ്. യാ ദൈവമേ, വന്ന വഴിയുടെ തിരക്കലുണ്ട്. അവിടെ ഒരു അറബി നോക്കൂടാ, നമുക്കിത് വരാൻ ധൈര്യമില്ല. ഇതിപ്പോ എങ്ങോട്ടാ പോണേ? പേടിപ്പിക്കണ്ട, ജാഗ്രത മതി. ഇത് വേറെ വഴി, നമുക്ക് ഇതിന് കയറിയാലോ. അയ്യോ, ഇത് വഴിയില്ല. ഇതിവിടെ ഫൈൻഡ്. എനിക്ക് പേടിക്കല്ലേ. ഉണ്ട്, ഇത് ഗുഹയാണ്, ഗുഹ. സുഹൃത്തുക്കളെ, എനിക്കറിയൂല. ഇന്നോട് ചോദിച്ചിട്ട് ഞാനെന്ത് പറയാനാ. ഒരു മഞ്ചമഞ്ഞ് പോലും ഇല്ല കേട്ടോ. അവിടെ സ്റ്റോപ്പായി, ഭാഗ്യം. ഞങ്ങളവിടെ കുറേ പക്ഷെ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വേണ്ടത്. ഇവിടെ ബോട്ടിലൊക്കെ ഉണ്ടോ? അത് ഫുൾ നിറഞ്ഞ ബോട്ടിലാ. പേടിയുണ്ടല്ലേ?
കണ്ടോ അവിടെ ഒരു പാറ സ്റ്റോപ്പായി. പക്ഷെ അങ്ങോട്ട് മുകളിൽ അങ്ങനെ ഓട്ടം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഗുഹയാണ്, ഗുഹ ഉണ്ടോ മുകളിലൊക്കെ അടഞ്ഞ്. അത് ഭീകര ഭയാനക സംഭവം കേട്ടോ. ഇവിടെ കാരൊക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അറബിയാണോ വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആണോ നമുക്കറിയില്ല. ഇതൊരു ഗുഹയാണ്, ഇതിലും പോകട്ടാ. ഇവിടൊക്കെ മണ്ണല്ലേ, മണ്ണാണ്. സേഫാണ് സത്യം. ഇങ്ങോട്ട് ആരും കേറുന്നില്ല. കേരള ഗ്യാപ്പ് ചെറിയ നാരോ ഗ്യാപ്പാണ്. ഞാനുള്ളതുകൊണ്ട് മുസ്ലിം പോന്നു. ഞാനാണ് അവിടെ ലൈറ്റൊക്കെ ഇടടാ. പക്ഷെ ഒരു ഇടാത്ത കേട്ടോ, എന്തെങ്കിലും ആരും കയറണമെന്ന് ചോദിച്ചിട്ടായിരിക്കും. മുസ്ലിം കറക്റ്റ് കറക്റ്റ് കാല് വെച്ച് പോകാനുള്ള ഗ്യാപ്പ്. ഞങ്ങൾ വീണ്ടും ആൾക്കാരൊക്കെ പോകുന്ന വൈകിട്ടെത്തി. ഇത് തന്നെ കംപ്ലീറ്റ് തന്നെ എത്രയോ ഹൈറ്റിലാണ് നമ്മളിത് മലൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. എത്രയോ ഹൈറ്റിലാണ് അതിൻ്റെ മുകളിൽ മലൻ്റെ. നമുക്ക് അങ്ങോട്ടും വഴിയുണ്ട് ഇങ്ങോട്ടും വഴിയുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, പെരുന്നാളിൻ്റെ തിരക്കായിരിക്കും. മുസ്ലിമൊക്കെ അടിയിലൂടെ കയറി പോകുന്നുണ്ട്. ഒക്കെ മലയാളികളുണ്ട് അല്ലേ. चाचा खत्म हो गया भाई? हाँ हो गया हम जा रहे हो, अंदर जा रहे हैं. हाय. ആ ഇതിനകത്ത് അങ്ങനെ ചാടി അവിടെ മുകളിലാണ് ഇനി വഴിയുള്ളത്. പറ്റുന്നുണ്ടെങ്കിൽ മുസ്ലിമാൻ്റെ മേലെ പോയി നിൽക്കാം. ഞാൻ വീട്ടിൽ വീഡിയോ എടുക്കാം. ചലഞ്ച് വെച്ചെടുക്കാൻ ധൈര്യമുണ്ടോ? ഇരുന്ന് പോണം. എന്നാ പോടാ, പോയി വാടാ. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പൊ ചാച്ചാ ചാരാ. No, you can go. No. Let me tell the history of the mountains that you can describe this, the Metamorphic Mountains. Yeah. And they are more than 100,000 years ago. This is the history This of one. Saudi Arabia. This one. Oh. So these are naturally built. They are not made by engineers or something. Okay. But it is auto generated by Allah. And according to the history, it's very the big is more than 100 years ago. More than 100. More than 100,000 years ago. My God. So this is the history. 1,100 years? Yeah. The world has been created. The mountains are from most men. When you see the Quran says that the mountains has been created to build, and these are the nails in the mountain on the earth. So that means not mountains. So there are various kinds of mountains: metamorphic, sedimentary rocks. So they are the metamorphic ones and very strong. Strong, yes. മുസ്ലിനെ ചാച്ച ആള് പറഞ്ഞ കേട്ടോ 1500 വർഷം പഴക്കം മുമ്പ് കണ്ടുപിടിച്ചാന്നാ പറഞ്ഞേ. 1500 വർഷം പഴക്കണ്ട് ചാച്ചൻ പറഞ്ഞത്. നമുക്കറിയില്ല സത്യാവസ്ഥ എന്താ. നാച്ചുറലി ബിൽഡഡ് അവര് പറഞ്ഞത് വിശ്വസിക്കാം. അമ്മേ എല്ലാ രാജ്യക്കാരും ഉണ്ട് അല്ലേ. ബംഗാളികൾ, മലയാളികൾ, പിന്നെ പാകിസ്ഥാനികൾ, അറബികൾ, ഈജിപ്ഷ്യൻസ്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഈജിപ്ഷ്യൻസ് എല്ലാവരും ഉണ്ട്. എൻ്റെ കൂടെ ഒരു ബംഗാളി, ഞാനൊരു ഇന്ത്യക്കാരൻ. വേർ ഇസ് ബംഗാളി? ബിഹൈൻഡ് ദ ക്യാമറ. ഞാൻ വേറെ സുഹൃത്തുക്കളെ അഡ്വഞ്ചർ. ആണോ ഈ പാറ ഇതിനകത്ത് പോകുന്നു ചെയ്ത് കൊണ്ട് താഴത്തേക്ക് എത്തിയിട്ടില്ല. മുസ്ലിം അടിക്ക് പോകണ്ടട്ടാ. ചാച്ച പോകുന്നുണ്ട്. ചാച്ച ഗോയിങ്.
We are following Chacha. Chacha from Pakistan, we are from India. We believe. Don't worry. I'm from the mountains there in Pakistan. Wow. Chacha from Peshawar. He used to live with mountains. Okay, done. Chacha, stick. There is no rasta. But this is nice, huh? See, the rocks. Take off your. The rocks is stuck inside. One, two. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അടുത്ത ടിപ്പ് ഇതിന് മുകളിലത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മുകളിലത്തെ ഭാഗം വേറൊരു സൈഡിലാണ്. അപ്പോൾ നമ്മൾ പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ പോണ ബൈക്കിൽ ഇതാ ഒരു മിററിൻ്റെ തൂണുകൾ, മിറർ 4 സൈഡിലും മിററാണ് ഈ തൂണുകൾക്ക്. എന്താണ് ഉദ്ദേശം എന്നുള്ള അറിയില്ല. മിറർ സെൽഫി എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കിയാണ് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് പോകാനുള്ള സ്ഥലം അതിൻ്റെ മുകൾക്കാട്ടോ. ആ കാണുന്നതാണ് അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകാനുള്ളത്. ആ കാണുന്ന ഏരിയ കൂടിയാണ് നമ്മളിങ്ങനെ കയറിയിട്ട് അതുവഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കയറി നോക്കാം. എന്തായാലും ഇവിടെ കയറിനോട് മുന്നോടിയായിട്ട് ഇവിടെ കുറേ ലിപികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ഈ വലിയ തൂണുമ്മിൽ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചാക്കുണ്ട്. കിളി, ഒട്ടകം, മീന്, എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ അഡ്വഞ്ചർ ഏരിയ. അഡ്വഞ്ചർ ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല. മല കണ്ട് കയറുക. ഇതാണ് ഏരിയ. എന്റെ ഷൂ പുതിയതാറാ. ഇപ്പൊന്നും ഇല്ല കേട്ടോ. അവിടുന്ന് തേക്കിട്ട് അടിയിന്ന് നേരെ പോയ പിന്നെ അടിയിൽ നോക്കിയാൽ മതി. ഇതൊക്കെ മേലെന്ന് ഒരാളുണ്ട് വീണ് കഴിഞ്ഞാല് കഴിഞ്ഞ് അടിയിൽ നോക്കിയാൽ മതിയില്ലേ. ഭയങ്കര ആണ്. ഒരു പോക്കേക്കാരം. ഈ മണ്ണ് ഭയങ്കര പൊടിഞ്ഞു പൊടിഞ്ഞിട്ട് പെട്ടെന്ന് ഗ്രിപ്പ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഉരുണ്ടു പോകും. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു കയറ്റാണ്. പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ആട്ടത്. ഇത്ര നമ്മൾ കയറി പോകുന്നു. ഇനി ഇത്ര പോരം കയറാണ്ട്. ഒരുപാടുണ്ടായി. ഇപ്പൊ തന്നെ കരച്ചി. ഇപ്പൊ തന്നെ ഏകദേശം തീരുമാനമായിക്കണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഏകദേശം പകുതി കവർ ചെയ്തു. ഇതാണ് കേട്ടോ മക്കളെ ഇതിൻ്റെ മുകളിലത്തെ വ്യൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കയറാണ്ട്. താഴത്തേക്കുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ നേരെ പിന്നെ താഴെ നോക്കിയാൽ മതി. ഈ ഏരിയയിലൊന്നും നിൽക്കില്ല, എവിടെയും തട്ടിയും തടഞ്ഞിട്ട് നിൽക്കില്ല, നേരെ താഴത്തേക്ക് എത്തിക്കോളും. എന്തായാലും മുഴുവനായിട്ട് കയറിയിട്ട് നോക്കാം. കൂടി വെച്ച് വരാൻ പറഞ്ഞു. വെയിറ്റ് എന്താ ഏരിയ നമ്മളാ ഉള്ളിൽ കൂടി വന്നതിൻ്റെ മേൽഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര റിസ്കി ആണ് ഇത്. കുത്തിപ്പിടിച്ചിട്ട് ഇത് അവിടെ ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതൊരുപാട് ഏരിയകൾക്ക് കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മളിവിടെ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഒരു കുരങ്ങൻ കണ്ടില്ല മുകളിൽ നിന്ന് വിളിക്കണേ. കയറാൻ പറ്റണ്ടാ. അല്ലോ ടോപ്പിലെത്തിട്ട മക്കളെ. ഇതാണ് നമ്മളിപ്പോൾ മാപ്പിൽ കണ്ട പോലെ
ഇതാണ് ഇതിന്റെ ടോപ്പ് ഭാഗം. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് പരന്ന് കിടക്കുന്നത് ഇവിടെ. ഇതിന്റെ ഉള്ളിൽ കിടങ്ങുകളാണ്. ഇതിന്റെ ഉള്ളില് ഇതുപോലത്തെ ഗ്യാപ്പുകളാണ് നടക്കുന്നത് അടിയിൽ. നമ്മൾ അടി കൂടി നടന്നു വന്നത്. ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ആദ്യം അടി കൂടെ നടന്നു വന്നത്. ഇവിടെ നിന്ന് സ്ലിപ്പായാൽ നേരെ താഴത്ത് നോക്കിയാൽ മതി. ഈ പാറകളിൽ മുകളിൽ കാണുന്ന ഈ പാറകളെല്ലാം അടിയിൽ ഇങ്ങനെ കിടങ്ങുകളാണ്. ആ ഗ്യാപ്പിൽ നമ്മൾ കയറി വ്യൂ നോക്കടാ. നല്ല അടിപൊളി വ്യൂ ഇട്ട് ഇതിൻ്റെ മുകളിലേ കംപ്ലീറ്റ് അല്ലേ വ്യൂ. കണ്ടില്ലേ നമ്മൾ വന്ന ഏരിയ ആണ് ആ കാണുന്നത്. വന്ന ഏരിയ അവിടെ കുറേ മലകളും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റൊക്കെ ഫുള്ള് ഇതുപോലത്തെ മലകളാണ്. ഇതിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത് ഇതിൻ്റെ ടോപ്പിക്ക്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഇപ്പോൾ ഇത്. ഇവിടുന്ന് ഇറങ്ങലാണ് ഇതിൻ്റെ റിസ്കി ഭാഗം. അയ്യോ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലയിട്ടും അമ്മാരി ഇറക്കാണ് തലയാണ് പോണ്ട. അപ്പോൾ ഇനി എന്തായാലും താഴത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ എക്സ്പ്ലോർ ചെയ്യണില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങി. അതിസാഹസികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയതാ ഈ കഴിഞ്ഞ് ഇവിടുത്തെ വ്യൂ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് കാണാൻ. നമ്മൾ കണ്ട് തീരെ കുറച്ച് ടൈം എടുക്കും. എന്തായാലും കയ്യിനും കാലിനൊക്കെ ഒരു എക്സസൈസ് ആവും മേലെ കയറി ഇറങ്ങുമ്പോഴത്തേന്. എല്ലാത്തിനും. ഇതിൻ്റെ ഔട്ട് ഇങ്ങനെയാണ്, എക്സിറ്റ് ഇങ്ങനെയാണ്. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അറബിയിലും ഇംഗ്ലീഷിലായിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഫുള്ള് വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം മുഴുവൻ പറഞ്ഞു തരാനുള്ള ടൈം എനിക്കില്ല. മറുഭാഗത്താട്ടത് ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ യാത്ര, അതായത് ഇതിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഏകദേശം കൈയും കാലൊക്കെ നല്ല വേദന വരുന്നുണ്ട് മസിലിന്. ഒരുപാട് എനിക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളെ പരിപാടി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന്. അങ്ങനെ ഇവിടെ ഇനി വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അത് തന്നെ അത്യാവശ്യം നല്ല ഏരിയ കാണാനുണ്ട്. എൻ്റെ കാലിൻ്റെ മസിലൊക്കെ നല്ല വേദന ഉണ്ട്. അപ്പോൾ കയറി ഇറങ്ങിയിട്ടാണത്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇവന് കയറി ഇറങ്ങുന്നതുകൊണ്ട് പിന്നെ അവനക്കൊന്നും വല്ലാതെ പെയിനില്ല, നസീബിനൊന്നും. അപ്പോൾ എന്തായാലും സംഭവം പൊളിയാണ്. അടിപൊളി സ്ഥലമാട്ടോ. നല്ല അടിപൊളി ഏരിയയാണ്. 4 പ്രാവശ്യം വന്ന ആളാണ്. ഞാൻ എന്തായാലും ഫസ്റ്റാണ്. എൻ്റെ ഫസ്റ്റ് ടൈം അറിവാണത്. എന്തായാലും നല്ല അടിപൊളി. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡാണിത്. പുറത്തുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഏരിയയാണ്. നല്ലൊരു ആംബിയൻസുള്ള സ്ഥലമാണ്. ഫാമിലിക്കാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഗോപാറിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുകയും ചെയ്യും. പെട്ടെന്ന് എത്താനും പറ്റും. എന്തായാലും നല്ല അടിപൊളി സ്ഥലം. പിന്നെ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഒരുപാട് വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്ളോഗിലൊന്നും ഇട്ടത്. ഞാൻ പിന്നെ ഇവിടേക്കായിട്ട് ഫോക്കസ് ചെയ്ത് വന്നതല്ല. അത് വേറൊരു കാര്യം. ഞങ്ങൾ വെറുതെ കറങ്ങാൻ ഇറങ്ങി ചായ കുടിച്ചാൽ ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ടത്. ചായ കുടിച്ച ചായ അല്ല ചെയ്താന്ന് മാത്രം. അപ്പോൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണണമെന്നുണ്ടായിനി. അതിൻ്റെ അകത്ത് കയറാൻ 50 റിയാലും അതിൻ്റെ ടാക്സും അടക്കം 57.50 ഒരാൾക്ക് ചാർജ് ഈടാക്കണത്. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടി 115 റിയാലായിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായിട്ട്. എന്നിട്ട് നമ്മൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഓക്കെ. നസീബ ഒന്ന് പറഞ്ഞു കൊടുത്താളാ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ ബെൽ ബട്ടൺ ഇല്ലേ, അതൊന്ന് അടിച്ച് പൊട്ടിക്കുക. എന്നൊന്നും പറയില്ല, ബെല്ല് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ അടുത്ത് പോകണമെങ്കിൽ നേരെ റൂമിലേക്ക് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇനി വേറെ കലാപരിപാടികളൊന്നുമില്ല, നേരെ റൂമിലേക്ക്. അപ്പം ഈദ് മാർക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും പറയാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.